നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താൻ ഹൈക്കോടതി. വാതിൽപ്പാളിയിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും 12 സാമ്പിളുകൾ ശേഖരിച്ച് വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്തും. കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേകം കേസെടുക്കണമെന്നും ഹൈക്കോടതി. വിശദ പരിശോധനയ്ക്ക് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ സാമ്പിളുകൾ നൽകാനൊരുങ്ങിയ SIT. കുറ്റപത്രം ഉടനില്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. വ്യാപാര കരാർ വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ ഇന്നും അനുമതി നൽകിയില്ല. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷ നീക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെതിരായ അവകാശ ലംഘന നോട്ടീസ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും ബഹളം. രാജ്യത്ത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന SIR നടപടികളിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി. ബംഗാളിൽ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ മൂലമല്ലെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ്. കള്ളക്കടത്തോ ബെനാമി ഇടപാടോ കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്തിയിട്ടില്ലെന്ന് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ്. ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഏത് പ്രശ്നത്തെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുമെന്നും TA ജോസഫ്. സിനിമാ തൊഴിലാളികളുടെ പുതുക്കിയ സേവന വേതന കരാർ നിലവിൽ വന്നു. പുതിയ കരാറിൽ ഒപ്പുവെച്ചത് ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന്. കരാർ പ്രകാരം തൊഴിലാളികളുടെ ജോലി സമയം 16 നിന്നും 12 മണിക്കൂറായി കുറയും. താരങ്ങളുടെ ശമ്പളം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണെന്നും സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പാക് ക്രിക്കറ്റ് ബോർഡ് പിന്മാറിയേക്കും. ധാരണയായത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും നടത്തിയ നിർണായക ചർച്ചയിൽ. മത്സരം ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാൻ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമായി ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് രംഗത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഹൈക്കോടതി സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. കൊടിമര പുനഃപ്രതിഷ്ഠ മുതൽ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. SITയുടെ ആവശ്യം പരിഗണിച്ച് പാളികളിലെ സാമ്പിൾ എടുത്ത് വീണ്ടും പരിശോധന നടത്താനാണ് കോടതി നിർദ്ദേശിച്ചത്. പാളികൾ ഏതെങ്കിലും തരത്തിൽ മാറിയിട്ടുണ്ടോ എന്നറിയാനും എത്രത്തോളം സ്വർണം പാളികളിൽ ഉണ്ട് എന്നറിയാനുമുള്ള ശാസ്ത്രീയ തെളിവുകൾക്ക് വേണ്ടിയാണ് വീണ്ടും പരിശോധന നടത്താനുള്ള കോടതി നിർദ്ദേശം. മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയച്ച് പരിശോധന നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസിൽ ഇടക്കാല ഉത്തരവാണ് കോടതി പറഞ്ഞത്. അടച്ചിട്ട മുറിയിലാണ് ഹൈക്കോടതി കേസ് പരിഗണിച്ചത്. ഫെബ്രുവരി 19 വീണ്ടും കേസ് പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSSCയിലെ വിദഗ്ധരെ കണ്ട് വിശദമായ റിപ്പോർട്ട് SIT തയ്യാറാക്കിയിരുന്നു. ആദ്യ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്നും വിശദമായ റിപ്പോർട്ട് വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. പ്രോസിക്യൂഷൻ വാദം നാളെ നടക്കും. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ലെന്നും ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടാൻ കഴിയുന്നതെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ തന്ത്രിയുമായി പോറ്റിക്കുള്ള ബന്ധം സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെച്ചു എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് B രാമപിള്ള ഓൺലൈനായി ഹാജരായി. പ്രതിഭാഗം വാദം പൂർത്തിയായതോടെ പ്രോസിക്യൂഷൻ വാദം നാളെ ഉച്ചയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ നടക്കും. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വാദം കേൾക്കും. അറസ്റ്റിലായി 90 ദിവസം ഇന്നലെ പൂർത്തിയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിനാണ് വാസു ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. കട്ടിളപ്പാളി കേസിൽ ആണ് N വാസു പ്രതിയായത്. ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ പണമിടപാടിൽ ദുരൂഹത. ഡ്യൂട്ടിക്കെത്തിയ ചില താൽക്കാലിക ജീവനക്കാരും ദേവസ്വം ജീവനക്കാരും ലക്ഷക്കണക്കിന് രൂപ വീട്ടിലേക്ക് അയച്ചതായി കണ്ടെത്തൽ. ബാങ്കിലൂടെയും പോസ്റ്റ് ഓഫീസിലൂടെയും പണം കൈമാറിയ 100-ലധികം പേർക്കെതിരെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണറും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന 100-ലധികം താൽക്കാലിക ജീവനക്കാരാണ് സംശയകരമായ രീതിയിൽ പണമിടപാട് നടത്തിയത്. പ്രതിദിനം 680 രൂപ വേതനത്തിന് ജോലി ചെയ്യുന്ന ഇവർ ലക്ഷക്കണക്കിന് രൂപ ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ബന്ധുക്കൾക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അസാധാരണമായ ഈ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. ഇതേക്കുറിച്ച് വിശദീകരണം നൽകാൻ തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു തീർത്ഥാടന കാലയളവിൽ പരമാവധി 40,000 രൂപയിൽ താഴെ മാത്രം വേതനം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് പലരും ലക്ഷങ്ങൾ നാട്ടിലേക്ക് അയച്ചത്.
താൽക്കാലിക ജീവനക്കാർ സന്നിധാനത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്നിരിക്കെ പലരും ഹോട്ടലുകളിലും മറ്റും ജോലിക്ക് പോയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം ജോലികളിലൂടെയും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയില്ലെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. താൽക്കാലിക ജീവനക്കാർക്ക് പുറമെ ചില സ്ഥിരം ജീവനക്കാരും നിരീക്ഷണത്തിലാണ്. സന്നിധാനത്തെ നെയ്ക് കൗണ്ടറുകളിലെ തിരിമറി നേരത്തെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ക്രമക്കേടും പുറത്തുവരുന്നത്. സംഭവം ഗൗരവത്തോടെ കാണുന്ന ദേവസ്വം ബോർഡ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും വിജിലൻസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാണിക്കപ്പണം അപഹരിക്കപ്പെട്ടതാണോ അതോ മറ്റ് നിയമവിരുദ്ധമായ ഇടപാടുകൾ നടന്നതാണോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ബോർഡ് തുടർ നടപടികളിലേക്ക് കടക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആന്റോ ആന്റണി എംപിക്കെതിരായ ആദ്യ ആരോപണത്തിൽ മലക്കം പറഞ്ഞ KP ഉദയഭാനു NM രാജുവിന്റെ സ്ഥാപനത്തിൽ തന്ത്രിയുടെ പണമുണ്ടെന്ന് SIT ആണ് പറഞ്ഞതെന്നും മാധ്യമങ്ങളിൽ കണ്ടെന്നും ഉദയഭാനു പറയുന്നു. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഉണ്ടെന്നാണ് അറിവ്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ തന്ത്രി 2.5 കോടി നിക്ഷേപിച്ചുവെന്നും അത് ആന്റോ പിൻവലിച്ചുമെന്നുമായിരുന്നു ഉദയഭാനുവിന്റെ ആദ്യ ആരോപണം. ആന്റോയുടെ നിയമ നടപടിയെ നിയമപരമായി തന്നെ നേരിടുമെന്നും ഉദയഭാനു പറഞ്ഞു. അവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് SIT ആണ് പറഞ്ഞത്. SIT പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. SIT ആണ് അവിടെ സ്വകാര്യ സ്ഥാപനത്തിലുണ്ടെന്ന് പറഞ്ഞത്. SITയുടെ വാർത്തയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ സ്വകാര്യ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തകർന്ന സ്ഥാപനം എന്ന് പറയുമ്പോൾ CPM നേതാവ് KP ഉദയഭാനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആന്റോ ആന്റണി MP. തന്ത്രിയുടെ പണം NM രാജുവിന്റെ ധനകാര്യ സ്ഥാപനത്തിലുണ്ടെന്നും സ്ഥാപനം പൊളിഞ്ഞപ്പോൾ താൻ പിൻവലിച്ചുവെന്നും ഉദയഭാനു പറഞ്ഞത് പച്ചക്കള്ളം. KP ഉദയഭാനുവോ NM രാജുവോ താൻ 2 കോടി വാങ്ങിയതിന്റെ രേഖ പുറത്തുവിടണം. ഒരുപാട് സത്യങ്ങൾ പുറത്തുവരാനുണ്ടെന്നും മന്ത്രി വീണ ജോർജ് കാത്തിരിക്കണമെന്നും ആന്റോ ആന്റണി പറയുന്നു. CPM ജില്ലാ സെക്രട്ടറി ശ്രീ ഉദയഭാനു എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ 100% വ്യാജവും വസ്തുതാവിരുദ്ധവുമാണ്. യാതൊരു സത്യസന്ധതയില്ലാതെ ഈ വ്യാജ ആരോപണം ഉന്നയിച്ച ഉദയഭാനുവിനെതിരെ നിയമപരമായ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആദ്യം എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം സോണിയാഗാന്ധിയോടൊപ്പം പോറ്റി നിൽക്കുന്ന ഒരു ഫോട്ടോ ചൂണ്ടിക്കാട്ടിയാണ്. 12 വർഷങ്ങൾക്കപ്പുറത്തെ ആ ഫോട്ടോ, അത് ചൂണ്ടിക്കാട്ടിയുള്ള ആരോപണം പൊളിഞ്ഞതോടെയാണ് അടുത്ത ആരോപണത്തിലേക്ക് കടന്നത്. രാജ്യത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന SIR നടപടികളിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി. SIR ചോദ്യം ചെയ്ത പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഉത്തരവ്. ബംഗാളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സമയപരിധി 1 ആഴ്ച കൂടി നീട്ടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തടസ്സമുണ്ടാക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. തടസ്സമുണ്ടാക്കുകയല്ല, തടസ്സങ്ങൾ നീക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. ഏതെങ്കിലും വിധത്തിൽ SIRൽ തടസ്സമുണ്ടാക്കലോ വൈകിപ്പിക്കലോ അനുവദിക്കില്ല. എന്തെങ്കിലും ഉത്തരവുകളോ വ്യക്തതയോ ആവശ്യമാണെങ്കിൽ അത് പുറപ്പെടുവിക്കും. ഇക്കാര്യം എല്ലാ സംസ്ഥാനങ്ങളും മനസ്സിലാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു. പുനഃപരിശോധന നടപടിക്രമങ്ങൾ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു. ബംഗാളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സമയപരിധി 1 ആഴ്ച കൂടി നീട്ടുകയും ചെയ്തു. സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കാനാണ് സമയം നീട്ടിയത്. നേരത്തെ ഫെബ്രുവരി 14 അവസാന തീയതി. അതേസമയം SIRുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളിൽ ബംഗാൾ DGPയോട് കോടതി വിശദീകരണം തേടി. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശം. ആക്രമണങ്ങളിൽ നടപടിയെടുത്തില്ലെന്ന കമ്മീഷന്റെ ആരോപണത്തിന് പിന്നാലെയാണ് നടപടി. SIR ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബുധനാഴ്ച സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി വാദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങി പ്രതിപക്ഷം. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നാരോപിച്ചാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സ്പീക്കറെ നീക്കുന്നതിനുള്ള നോട്ടീസ് നൽകുന്നതിനായി എംപിമാരുടെ ഒപ്പുശേഖരണം ആരംഭിച്ചു. എന്നാൽ തൃണമൂൽ കോൺഗ്രസും NCPയും നോട്ടീസിൽ ഒപ്പുവെച്ചില്ല. സമവായത്തിന് ശ്രമിക്കണമെന്നാണ് TMCയുടെ അഭിപ്രായം. രാഹുലും നേതാക്കളും സ്പീക്കറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റ് ഇന്നും പ്രതിപക്ഷ ബഹളത്തിൽ സാക്ഷ്യം ആയി.
ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി വേണമെന്ന് സഭ തുടങ്ങിയ ഉടനെ കെ.സി. വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. എന്നാൽ പ്രത്യേകം സംസാരിക്കാൻ അനുമതി നൽകില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെതിരായ അവകാശ ലംഘന നോട്ടീസ് ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം. കരാറിൽ പീയൂഷ് ഗോയൽ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയത് അവകാശ ലംഘനമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട നിയമപോരാട്ടം മതിയാക്കാൻ നിർമ്മാതാക്കൾ ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വയ്ക്കാൻ KVN പ്രൊഡക്ഷൻസ് തീരുമാനിച്ചു. റിലീസ് അനിശ്ചിതമായി വൈകുന്നത് കണക്കിലെടുത്താണ് തീരുമാനം. സെൻസർ ബോർഡിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചു. ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകി. കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്ന് നാളെ ജസ്റ്റിസ് PT ആശയ്ക്ക് മുൻപിൽ അറിയിക്കും. CPM മുഖപത്രമായ ദേശാഭിമാനിയുടെ ഇൻസ്റ്റഗ്രാം പേജ് മരവിപ്പിച്ച് മെറ്റ. BJPയെ വിമർശിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നാണ് ആരോപണം. മെറ്റയ്ക്ക് അപ്പീൽ നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല. പേജ് മരവിപ്പിച്ചതിന്റെ കാരണവും മെറ്റ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ദേശാഭിമാനി പുതിയ ഇൻസ്റ്റഗ്രാം പേജ് ആരംഭിച്ചു. സിനിമാ തൊഴിലാളികളുടെ പുതുക്കിയ സേവന വേതന കരാർ നിലവിൽ വന്നു. ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്നാണ് പുതിയ കരാറിൽ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം തൊഴിലാളികളുടെ ജോലി സമയം 16 നിന്നും 12 മണിക്കൂറായി കുറയും. അതേസമയം താരങ്ങളുടെ ശമ്പളം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണെന്ന് സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സമയബന്ധിതമായി ചിത്രീകരണം പൂർത്തിയാക്കാൻ ചലച്ചിത്ര താരങ്ങളെ കൂടി ഉൾപ്പെടുത്തി പുതിയ കരാർ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 3.5 വർഷത്തോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണ ജീവനക്കാരുടെ തൊഴിൽ സമയത്തിൽ വലിയ ക്രമീകരണം വന്നത്. 16 മണിക്കൂറിൽ നിന്ന് തൊഴിൽ സമയം 12 മണിക്കൂറായാണ് നിജപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച കരാർ ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് B രാകേഷ്, സെക്രട്ടറി ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർ ചേർന്നാണ് ഒപ്പുവെച്ചത്. അധിക സമയങ്ങൾക്ക് പ്രത്യേക പ്രതിഫലം ലഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുതിയ കരാർ അനുസരിച്ചുള്ള വേതന കാര്യത്തിൽ 1 വർഷത്തിനുള്ളിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. ചിത്രീകരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനും കൃത്യമായി ചിത്രീകരണം പൂർത്തിയാക്കാനും നിർമ്മാതാവ്, സംവിധായകൻ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്നിവർക്ക് പുറമെ നടീനടന്മാരും ചേർന്നുള്ള കരാർ വേണമെന്ന് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇവർ നമ്മളോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സും ബഡ്ജറ്റും ഒക്കെ വല്ലാതെ കൂടുമ്പോൾ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനും ചേർന്നിട്ടുള്ള ഒരു 3 കക്ഷികൾ അടങ്ങുന്ന ഒരു കരാറിന്റെ ആവശ്യമുണ്ട്. കാരണം ഇതേ ബഡ്ജറ്റിൽ ഇതേ ദിവസങ്ങൾക്കുള്ളിൽ ഇത് ചെയ്ത് തീർക്കും, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഈ 3 പേർക്കാണ് എന്നുള്ള ഒരു എഗ്രിമെന്റ് ഞങ്ങളോട് ഇവർ ആവശ്യപ്പെട്ടിരുന്നു, നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു എഗ്രിമെന്റിനോട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, പക്ഷെ 4ാമതൊരു കക്ഷി വേണം അതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന്. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാതെ സിനിമാ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ബിസിനസ് ടാലിയാവുന്നില്ല. കാരണം ഇതിനു മുമ്പ് വാങ്ങിച്ചുകൊണ്ടിട്ടിരുന്ന ശമ്പളം വളരെ ഹൈയിലാണ് നിൽക്കുന്നത്. നിരന്തരം സിനിമകൾ എടുക്കുന്നവരുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ റെമ്യൂണറേഷൻ കുറച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം റിസ്കിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ കരാർ വരുന്നതോടെ ചലച്ചിത്ര മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നും ഭാരവാഹികൾ അവകാശപ്പെട്ടു. അതേസമയം പ്രതിഫലത്തിന്റെ കാര്യത്തിലും സമയനിഷ്ഠയുടെ കാര്യത്തിലും താരങ്ങൾ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാകും. അമൃത ന്യൂസ്, കൊച്ചി. നടൻ ബിജു മേനോനെതിരെ രൂക്ഷ വിമർശനവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. ബിജു മേനോൻ പ്രൊമോഷന് പോകുന്നില്ല. ബിജു മേനോൻ പ്രൊമോഷന് പോകാത്തതുകൊണ്ട് 25 ലക്ഷം രൂപയുടെ നഷ്ടം നിർമ്മാതാവിന് വന്നുവെന്നും ഉണ്ണികൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു. വേതന വ്യവസ്ഥയിൽ തർക്കിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രൊമോഷന് ചെല്ലാത്തതുകൊണ്ട് ഒരു നിർമ്മാതാവിന്, അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്, ഞങ്ങളുടെ മെമ്പറാണ്, 25 ലക്ഷം രൂപയാണ് ചാനലിൽ നിന്ന് കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത്. 25 ലക്ഷം രൂപ ചെറിയ തുകയാണോ അത്? അതേ നടൻ ഇപ്പോൾ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹം പ്രൊമോഷന് പോയിട്ടില്ലല്ലോ. ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത്, എനിക്ക് പേര് പറയാനൊന്നും ഒരു മടിയുള്ള ആളല്ല. അദ്ദേഹം പോയിട്ടില്ലല്ലോ. ഇതെന്താ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കരാറിലുള്ള കാര്യമല്ലേ പ്രൊമോഷൻ എന്നുള്ളത്? അല്ലേ? അത് പാലിക്കപ്പെടാത്തപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വേതന വ്യവസ്ഥയിൽ തർക്കിക്കുന്ന ഒരു കാർക്കശം ഉണ്ടല്ലോ,
അതിന്റെ 10% നിങ്ങൾ അവിടെ കാണിക്കുകയെ. സിവിൽ സർവീസ് നിങ്ങളുടെ സ്വപ്നമാണോ? IAS സൗജന്യമായി പഠിക്കാൻ അവസരമൊരുക്കുകയാണ് അമൃത IAS അക്കാദമി. പരീക്ഷയും അഭിമുഖവും പാസ്സായി ആദ്യ 14 സ്ഥാനങ്ങളിൽ വരുന്നവരുടെ പഠന ചിലവ് പൂർണ്ണമായും അമൃത IAS അക്കാദമി ഏറ്റെടുക്കും. സിവിൽ സർവീസ് എന്ന സ്വപ്നം സൗജന്യമായി പൂർത്തീകരിക്കാനുള്ള അവസരമാണ് അമൃത IAS അക്കാദമി ഒരുക്കുന്നത്. ഫെബ്രുവരി 14 നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയും പരീക്ഷയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായി നടത്തുന്ന അഭിമുഖവുമാണ് സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള മാനദണ്ഡം. പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും സാമ്പത്തിക പരിമിതി കൊണ്ട് മാത്രം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടരുതെന്ന ആശയമാണ് ഇത്തരമൊരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയതിന് പിന്നിലെന്ന് അമൃത IAS അക്കാദമിയുടെ അക്കാദമിക് മാനേജർ മനീഷ് M. നമ്പ്യാർ വ്യക്തമാക്കി. പഠിക്കാൻ നല്ല കഴിവുള്ള കേരളത്തിൽ പല സ്ഥലത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വരുന്ന ഫെബ്രുവരി 14 ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്. സ്കോളർഷിപ്പ് എക്സാമിൽ കേരളത്തിൽ 12 സെൻറ്ററുകളിൽ നിന്നായിട്ട് നമ്മൾ കുട്ടികളെ ഫസ്റ്റ് ഒരു സ്ക്രീനിങ് നടത്തുന്നു. ഈ സ്ക്രീനിങ് നടത്തിയ ശേഷം അതിൽ ഏറ്റവും ടോപ്പ് വരുന്ന കുട്ടികളെ നെക്സ്റ്റ് സ്റ്റേജായ ഇൻ്റർവ്യൂവിലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ ഇൻ്റർവ്യൂ സ്റ്റേജിലും കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും ടോപ്പ് വരുന്ന 14 കുട്ടികൾക്ക് കംപ്ലീറ്റ് ഫീ ഫ്രീ ആയിട്ടാണ് നമ്മൾ കോഴ്സിലോട്ട് അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നന്നായി പെർഫോം ചെയ്യുന്ന പക്ഷേ ടോപ്പ് 14 എത്താൻ പറ്റാത്ത കുട്ടികൾക്ക് അവരുടെ പെർഫോമൻസിന് പ്രൊപ്പോർഷണലായി ഫീ റിഡക്ഷൻ കൊടുത്ത് ഒരു പാർഷ്യൽ സ്കോളർഷിപ്പ് എന്നുള്ള രീതിക്കും നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രോസസ്സിലൂടെ യു ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫുൾഫിൽ യുവർ ഡ്രീം വിത്ത് മിനിമൽ കോസ്റ്റ്. ഫെബ്രുവരി 14 നടക്കുന്ന ഇനീഷ്യൽ പ്രിലിമിനറി എക്സാമിനേഷൻ അത് ഓഫ്ലൈൻ മോഡിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ രജിസ്ട്രേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ രജിസ്റ്റർ യുവർ സ്ലോട്ട്. നിങ്ങൾക്ക് സെൻറ്റർ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഇൻ്റർവ്യൂ സ്റ്റേജ് അത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള അമൃത IAS അക്കാദമിയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നത്. വിദ്യാഭ്യാസം അവകാശമാണ്. അത് സ്വായത്തമാക്കാൻ ആഗ്രഹം മാത്രം മതി. സാമ്പത്തിക പരിമിതി സ്വപ്നങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കരുതെന്ന ആശയമാണ് അമൃത IAS അക്കാദമി നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർമ്മിച്ച സിയാൽ എയ്റോ പാർക്കിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 36 ഏക്കറിൽ 100 കോടിയോളം രൂപ ചിലവഴിച്ചാണ് എയ്റോ പാർക്ക് നിർമ്മിച്ചത്. സിയാലിനെ സമ്പൂർണ്ണ ഏവിയേഷൻ ഇക്കോസിസ്റ്റമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 6 പദ്ധതികളുടെ പൂർത്തീകരണമാണ് നടന്നത്. ഏവിയേഷൻ സംബന്ധമായ അറ്റകുറ്റപ്പണികൾ, ട്രെയിനിംഗ്, ടെക്നിക്കൽ സപ്പോർട്ട് സർവീസുകൾ എന്നിവയ്ക്കായുള്ള പ്രത്യേക മേഖലയായാണ് എയ്റോ പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും MRO വിഭാഗങ്ങൾക്കും പുറമെ 101 കോടി രൂപയുടെ പുതിയ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിമാന അറ്റകുറ്റപ്പണികൾ, പാർക്കിംഗ്, എഞ്ചിൻ സ്റ്റോറേജ്, ട്രെയിനിംഗ് ഹാളുകൾ, ക്ലാസ് റൂമുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ പാർക്കിലുണ്ട്. കാലാനുസൃത മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏതൊരു വികസനത്തിന്റെയും വിജയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു നാടിൻ്റെ വ്യവസായ സാമ്പത്തിക വളർച്ചയുടെ കരുത്തുറ്റ കേന്ദ്രമാണ് വിമാനത്താവളം. സിയാലിലൂടെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. വിമാനത്താവള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്ത 200 കോടി രൂപയുടെ പദ്ധതിയായ സിയാൽ 2.0 കഴിഞ്ഞ വർഷമാണ് നാടിന് സമർപ്പിച്ചത്. 36 ഏക്കറിൽ 100 കോടിയോളം രൂപ ചെലവഴിച്ചാണ് എയ്റോ പാർക്കിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായത്. IT പാർക്ക് ഉൾപ്പെടുന്ന 2ാം ഘട്ടവും എയ്റോ സിറ്റി ഉൾപ്പെടുന്ന 3ാം ഘട്ടവും ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എയ്റോ പാർക്കിൽ പുതിയതായി ചേർത്ത 40,000 ചതുരശ്ര അടിയിൽ 30 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച CIASL ബിസിനസ് സെന്റർ, എയർ സൈഡ് ഓപ്പറേഷൻസിന്റെ സുരക്ഷയ്ക്കായുള്ള 13 കോടിയുടെ ടെക്നിക്കൽ സർവീസ് ഫെസിലിറ്റി, അഗ്നിശമന സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള 2 കോടി ചെലവിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ബ്രീത്തിംഗ് അപ്പാരറ്റസ് ട്രെയിനിംഗ് ഗാലറി എന്നിവയാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. കൂടാതെ 45 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 3ാമത്തെ ഹാങ്ങറിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഇതിനോടൊപ്പം വ്യോമയാന സുരക്ഷാ പരിശീലനത്തിനായി 8 കോടി രൂപയുടെ ഏവിയേഷൻ പ്രഷർ ഹെഡ് ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റി, ഇന്ത്യയിലാദ്യമായി ഒരു വിമാനത്താവളത്തിനുള്ളിൽ 3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അണ്ടർ വാട്ടർ റെസ്ക്യൂ ട്രെയിനിംഗ് ഫെസിലിറ്റി എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.
പ്രധാനമന്ത്രിയെ കാണാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറും BJP കൗൺസിലർമാരും രാജ്യ തലസ്ഥാനത്തേക്ക് തിരിച്ചു. വ്യാഴാഴ്ചയാണ് കൂടിക്കാഴ്ച. വ്യക്തിഗത കാരണങ്ങളാൽ യാത്രയിൽ നിന്നും വിട്ടുനിൽക്കുന്നുവെന്ന് കൗൺസിലർമാരായ ആർ ശ്രീലേഖയും MR ഗോപനും വ്യക്തമാക്കി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായത് BJP കേരള ഘടകത്തിന് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുവേദികളിൽ കേരളത്തിലെ വിജയത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ BJPയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായ വിജയത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മേയറെയും കൗൺസിലർമാരെയും ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നത്. കൂടിക്കാഴ്ച നടത്തുന്നതിലൂടെ തിരുവനന്തപുരത്തിനും കേരളത്തിനും അനവധി ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കോർപ്പറേഷൻ മേയർ VV രാജേഷ് പങ്കുവച്ചു. പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും, പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര. കേരള എക്സ്പ്രസിലാണ് കൗൺസിലർമാർ യാത്ര തിരിച്ചത്. യാത്രയിൽ നിന്നും ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ വിട്ടുനിന്നത് വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി കൗൺസിലർ രംഗത്തെത്തി. ഈ പ്രായത്തിൽ കേരള എക്സ്പ്രസിൽ ഒരു യാത്ര നടത്താൻ പ്രയാസമാണെന്ന് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ ശ്രീലേഖ വ്യക്തമാക്കുന്നു. കേരള എക്സ്പ്രസിൽ കയറി പലയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് കൗൺസിലർമാരുടെ ഡൽഹി യാത്ര. 13-ന് മടങ്ങിയെത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ മൂലമല്ലെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയെന്ന റോയിയുടെ സഹോദരന്റെ വാദം മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് തള്ളി. സഹോദരൻ വൈകാരികമായി പ്രതികരിച്ചതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഫിഡന്റ് ഗ്രൂപ്പ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ചില സമൂഹ മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണ രീതിയിൽ പുരോഗമിക്കുന്നുവെന്നും TA ജോസഫ് പറഞ്ഞു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ബംഗളൂരു ഓഫീസിൽ നടന്നത് പതിവ് ആദായ നികുതി പരിശോധനയെന്ന് മാനേജിംഗ് ഡയറക്ടർ TA ജോസ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ പെരുമാറിയത് ന്യായമായ രീതിയിലാണെന്നും ഭീകരത സൃഷ്ടിച്ചതായി അറിവില്ലെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കമ്പനി അധികൃതർ വിശദീകരിച്ചു. ആദായ നികുതി വകുപ്പുമായി സഹകരിക്കുന്ന സമീപനമാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കേസന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് പരിമിതികളുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. നമ്മൾ അവരുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് നിന്നിരുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽസ് ആൻഡ് ദെയർ ഇൻസ്പെക്ടേഴ്സ് അവരെല്ലാം വളരെ റീസണബിളായിട്ടാണ് നമ്മളോട് ഇടപെട്ടതും പ്രവർത്തിച്ചതും. അതിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ തന്നെ ഇവിടെ 5 ദിവസം എൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. റെസ്പെക്റ്റോടുകൂടിയാണ് അവർ ചെയ്തിരുന്നത്. അല്ലാതെ ഒരു ഭീകരമായ രീതിയിലുള്ള ഹറാസ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല. ചെയർമാന്റെ മരണം കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും ഒരു പദ്ധതിയും മുടങ്ങിയിട്ടില്ലെന്നും പണികൾ സാധാരണഗതിയിൽ പുരോഗമിക്കുന്നുവെന്നും കാലതാമസമില്ലാതെ അവ പൂർത്തീകരിക്കുമെന്നും TA ജോസ് കൂട്ടിച്ചേർത്തു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പടർത്താൻ ചില സമൂഹമാധ്യമങ്ങൾ ശ്രമിക്കുന്നു. CJ റോയിയുടെ സഹോദരൻ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികരിച്ചത്. ഈ സഹോദരനല്ലല്ലോ കൂടെ നടക്കുന്നത്. അവർക്ക് കമ്പനിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇൻകം ടാക്സുകാരൊന്നും ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്താൽ നിൽക്കുന്ന ആളല്ല റോയ് സാറും. സാമ്പത്തികപരമായി, കുടുംബപരമായി, സാമൂഹികപരമായി CJ റോയ്ക്ക് ഒരു പ്രശ്നങ്ങളോ ഭീഷണിയോ ഉണ്ടായിട്ടില്ല. സിനിമാ മേഖലയിൽ ആർക്കും പണം നൽകാനില്ലെന്നും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും TA ജോസഫ് പറയുന്നു. ജീവിതം ആഘോഷിക്കുക എന്നതായിരുന്നു CJ റോയിയുടെ നിലപാട്. നിക്ഷേപകരുടെ പണം സുരക്ഷിതമാണ്. കമ്പനി ബാങ്കിൽ നിന്നോ പ്രൈവറ്റ് ഫിനാൻസിൽ നിന്നോ പണം കടമെടുത്തിട്ടില്ല. കമ്പനിക്ക് ബാധ്യതകളോ വായ്പയോ ഇല്ലെന്ന് കമ്പനി അധികൃതർ കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. LDFിൽ നിന്നുമുള്ള അവഗണനയിൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച RJD സംസ്ഥാന നേതൃയോഗം RJDയിൽ നിന്നും തിരിച്ചെടുത്ത സീറ്റുകൾ വിട്ടുകിട്ടണം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് RJD. LDFിലെ അച്ചടക്ക രാഹിത്യമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്നും RJD നേതൃയോഗം വിലയിരുത്തി. LDFിൽ തുടരണമോ എന്ന വിഷയമാണ് RJD സംസ്ഥാന നേതൃയോഗം ആദ്യം ചർച്ച ചെയ്തത്. ഇതിൽ അംഗങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടായി. അതേസമയം ഇടതുചേരിയിൽ നിൽക്കണമെന്ന നിലപാടെടുത്ത സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ്കുമാർ അഭിപ്രായ ഐക്യമില്ലെങ്കിൽ രാജിവെക്കുകയാണെന്ന് അറിയിച്ചു.
അതൃപ്തി തുറന്നു പ്രകടിപ്പിക്കുന്നതിനൊപ്പം അർഹമായ സീറ്റുകൾ തിരിച്ചു കിട്ടണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഒടുവിൽ സംസ്ഥാന നേതൃയോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RJD സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത് അച്ചടക്കരാഹിത്യമാണെന്ന് യോഗം വിലയിരുത്തി. കോർപ്പറേഷനുകളിൽ നിരവധി പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔദ്യോഗികമായി ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സീറ്റുകളിൽ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാതെ ധാരാളം ഇടതുമുന്നണിയുടെ പ്രവർത്തകർ മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുകയുണ്ടായി. കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ താൽക്കാലികമായി വാങ്ങിയ സീറ്റുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് തന്നെ തിരിച്ചു വേണമെന്ന ആവശ്യമാണ് RJD മുന്നോട്ട് വയ്ക്കുന്നത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ തന്ന ഉറപ്പ് ഇന്നത്തെ പാർട്ടി പാലിക്കണം എന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ പാർട്ടിക്ക് തിരുവിതാംകൂറിലും അതുപോലെ തന്നെ കൊച്ചി പ്രദേശങ്ങളിലും കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് അർഹതയുണ്ട്. തങ്ങളിൽ നിന്നും തിരിച്ചെടുത്ത കോവളം സീറ്റിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കടുത്ത നിലപാടായിരിക്കും ഉണ്ടാവുക എന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി. അതേസമയം താൻ മത്സരരംഗത്തേക്ക് ഇനി ഇല്ലെന്നും MV ശ്രേയാംസ് കുമാർ. കോവളം സീറ്റ് RJDക്ക് അർഹതപ്പെട്ടാണ്, തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടും. ഞങ്ങളൊരു അൺഒഫീഷ്യലി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ മത്സരിക്കില്ല. അതന്നെ കഴിഞ്ഞ തവണ തന്നെ ഞാൻ മത്സരിക്കാൻ ഇല്ലായിരുന്നു. പക്ഷേ വളരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് മത്സരിച്ചത്. എല്ലാ സമയവും എല്ലാ തവണയും നിർബന്ധത്തിന് വഴങ്ങേണ്ട കാര്യം എനിക്കില്ല. ഞാൻ മത്സരരംഗത്തില്ല. എല്ലാ പാർട്ടിയിലുമുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ RJDയിലും ഉള്ളൂ എന്നാണ് നേതൃയോഗത്തിലെ ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി. സീറ്റ് വിഭജന സമയത്ത് തങ്ങളുടെ ആവശ്യങ്ങൾ RJD നേതൃത്വം LDFന് മുൻപിൽ വെക്കും. ഇതിനോട് എന്തായിരിക്കും ഇടതുമുന്നണിയുടെ സമീപനം എന്നതനുസരിച്ചിരിക്കും RJDയുടെ ഭാവി പരിപാടി. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും മുൻപേ പാലായുടെ വികസനത്തെ ചൊല്ലി ജോസ് കെ മാണിയും മാണി സി കാപ്പനും തമ്മിൽ വാക്പോര്. കഴിഞ്ഞ 5 വർഷം പാലായിൽ ഒരു വികസനവും നടപ്പിലാക്കാൻ പാലായിലെ MLAക്ക് കഴിഞ്ഞില്ലെന്നും ജില്ലാ വികസന സമിതി യോഗത്തിൽ പോലും MLA പങ്കെടുക്കാറില്ലെന്നും ജോസ് കെ മാണി ആരോപിച്ചു. ചെയ്യേണ്ടത് ചെയ്യാതെ മാണി സി കാപ്പൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നുവെന്നും ജോസ് കെ മാണി ആരോപിച്ചു. അതേസമയം പാലായുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് ജോസ് കെ മാണിയാണെന്നും ജില്ലാ വികസന സമിതിയിൽ യോഗത്തിൽ പാലായ്ക്ക് വേണ്ടി എന്ത് ചർച്ച ചെയ്താലും മുകൾ തട്ടിൽ നിന്നും അതെല്ലാം തള്ളിക്കളയുകയാണെന്നും മാണി സി കാപ്പൻ പ്രതികരിച്ചു. പാലാ ഒരു കാലത്ത് കേരളത്തിലെ വികസന മോഡലായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ 5 വർഷം പാലായിൽ എടുത്തു കാണിക്കാവുന്ന ഒരു വികസനവും നടപ്പായില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. KM മാണിയുടെ കാലത്ത് 90% എത്തിച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ പാലായിലെ MLAക്ക് കഴിഞ്ഞില്ല. കളക്ടർ വിളിച്ചു ചേർക്കുന്ന വികസന സമിതി യോഗത്തിൽ പാലാ MLA പങ്കെടുക്കാറില്ല. ചെയ്യേണ്ടത് ചെയ്യാതെ മറ്റുള്ളവർക്കെതിരെ MLA നുണപ്രചരണം നടത്തുകയാണ്. പാലായിൽ ക്യാൻസർ സെന്റർ വന്നാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ക്യാൻസർ പടരുമെന്ന് MLA പറഞ്ഞു പ്രചരിപ്പിക്കുന്നുവെന്നും ജോസ് കെ മാണി ആരോപിച്ചു. പദ്ധതിയുടെ 90% തീർത്തു, 10% തീർക്കാത്തത് ജോസ് കെ മാണിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ ആരംഭിച്ച് 90% തീർത്ത ഒരു കാര്യം ഞാൻ ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുമോ? ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എത്ര അവലോകന യോഗത്തിൽ അദ്ദേഹം പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്? ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടോ? വികസനം എന്ത് നടപ്പാക്കാം എന്നതിനപ്പുറം MLAയെ കൊണ്ട് എന്ത് നടത്തിക്കാതിരിക്കാൻ പറ്റി എന്നാണ് ജോസ് കെ മാണി പറഞ്ഞതെന്ന് മാണി സി കാപ്പൻ തിരിച്ചടിച്ചു. പാലായിൽ വികസനത്തിന് തടസ്സം ജോസ് കെ മാണിയാണ്. ജില്ലാ വികസന സമിതിയിൽ പങ്കെടുക്കാത്തത് അതിൽ പങ്കെടുത്തിട്ട് ഫലമില്ലാത്തതുകൊണ്ടാണ്. വികസന സമിതിയിൽ പാലായ്ക്ക് വേണ്ടി എന്ത് തീരുമാനമെടുത്താലും അതൊക്കെ മുകളിൽ നിന്നും തടയപ്പെടുകയാണ്. പാലായിൽ വികസനം നടപ്പായത് താൻ ഇടതുപക്ഷത്ത് MLA ആയിരുന്ന കാലത്താണ്. KM മാണിയുടെ കാലത്ത് പാലായിൽ വികസനം നടപ്പായത് 2 വാർഡുകളിൽ മാത്രമാണെന്നും കാപ്പൻ പറഞ്ഞു. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യം നിന്ന കാലത്ത് അങ്ങനെയാണ് ഒരു 80 കോടി രൂപ കവിഞ്ഞ 1.5 വർഷം കൊണ്ട് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാലായ്ക്ക് എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാം, അതുകൂടെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ 18 മാസത്തിനിടയ്ക്കാം. ഞാൻ ഉണ്ടായിരുന്ന LDFിലുണ്ടായിരുന്ന 18 മാസം പാലാ ടൗണിലെ 2 വാർഡുകളിൽ ഒതുങ്ങുന്ന വികസന പ്രവർത്തനങ്ങളെ പാലായിൽ ശ്രീ മാണി സാറിൻ്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് നിഷേധിക്കാനാവില്ല. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ വിഘാതം സൃഷ്ടിക്കുന്ന ജോസ് കെ മാണിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല. ഏതായാലും മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടികകൾ വരും മുമ്പ് തന്നെ പാലായിൽ ജോസ് കെ മാണി മാണി സി കാപ്പൻ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. കോലീബി ജമാഅത്തെ ഇസ്ലാമി സംഘത്തിന്റെ കോർഡിനേറ്ററാണ് പ്രതിപക്ഷ നേതാവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീഷിന്റെ നിലപാടിനൊപ്പമാണോ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളും ഹൈക്കമാൻഡുമെന്ന് വ്യക്തമാക്കണം. MP ആന്റോ ആന്റണിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ പണം വാങ്ങിയതെങ്ങനെ, തിരിച്ചു കൊടുത്തത് എങ്ങനെയെന്നത് വ്യക്തമാക്കണം. കോൺഗ്രസും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് MV ഗോവിന്ദൻ കോഴിക്കോട് പറഞ്ഞു. പാവപ്പെട്ട എന്ന പദം മലയാള ഭാഷയിൽ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികളാണ് LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുക എന്നും അദ്ദേഹം പറഞ്ഞു.
OLB ജമായത്ത് ഇസ്ലാമി സഖ്യത്തിൻ്റെ കോർഡിനേറ്ററാണ് സതീശൻ എന്ന് ഞാൻ പറഞ്ഞു. PD സതീശൻ പറയുന്ന ഈ നിലപാടിനോടൊപ്പമാണോ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളും ഹൈക്കമാൻഡും? ഹൈക്കമാൻഡ് വ്യക്തമാക്കണം. ഇതേവരെ പറഞ്ഞിട്ടില്ല, മിണ്ടുന്നില്ല. ആൻ്റണി MPക്കെതിരായി ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി 2 കോടി ഉറുപ്പിക വാങ്ങിയതാണ്. അത് ഈ 2 കോടി എങ്ങനെയാണ് വാങ്ങിയത്? അത് കള്ളപ്പണം പോലെ വാങ്ങിയതാണോ അല്ല അക്കൗണ്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈമാറിയതാണോ? പറയണം. MP ആണല്ലോ. ഞങ്ങൾ തുടർ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അത് മനസ്സിലായോ പറഞ്ഞത്? ഇപ്പം നമ്മൾ UDF-ൽ ഉഭയകക്ഷി ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. സീറ്റ് ചർച്ചകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകാം. ഇടുക്കി സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. 10 സീറ്റുകളും കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. ഇത്തവണ ജയമാണ് മുഖ്യം. യഥാർത്ഥ കേരള കോൺഗ്രസ് ഒന്നു മാത്രമേ ഉള്ളൂവെന്നും PJ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. പറഞ്ഞുകൊണ്ടാണ് മുന്നേറുന്നത്. അവർക്ക് എന്തുമാത്രം അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം? ഇടുക്കിയെ സംബന്ധിച്ച് ഒരു പറഞ്ഞ വാക്കുകളൊന്നും പാലിച്ചിട്ടില്ല. ഭൂപ്രശ്നം ഒന്നും പരിഹരിച്ചിട്ടില്ല. 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് ഞാൻ നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിൽ 3 പ്രാവശ്യമായിട്ട് 75 കോടി വെച്ച് ബഡ്ജറ്റിൽ പറഞ്ഞു. പക്ഷേ ഒരു പൈസയും ചിലവാക്കിയിട്ടില്ല. തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് DCC പ്രസിഡന്റ് കൈമാറിയ പട്ടിക പുറത്ത്. കോൺഗ്രസ് മത്സരിക്കുന്ന 11 മണ്ഡലങ്ങളിലായി പരിഗണിക്കുന്നത് 20 സ്ഥാനാർത്ഥികളെയാണ്. KPCC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ഈ മാസം 5-നാണ് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പട്ടിക കൈമാറിയത്. KPCC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയ ലിസ്റ്റിൽ നിന്നും AICC അംഗീകാരത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. പ്രതിപക്ഷ നേതാവിന്റെ ജാഥ തൃശൂരിലെത്തുമ്പോൾ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്നും സൂചനയുണ്ട്. തൃശൂരിൽ TV ചന്ദ്രമോഹൻ, രാജൻ പല്ലൻ, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് എന്നിവരെ പരിഗണിക്കും. ഒല്ലൂരിൽ ഷാജി കോടങ്കണ്ടത്ത്, രാജൻ പല്ലൻ, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് എന്നിവരാണ് പരിഗണിക്കുക. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫിനെ നിർത്തും. OJ ജനീഷിനെയും സോണിയ ഗിരിയെയും കൊടുങ്ങല്ലൂരിൽ പരിഗണിക്കും. TN പ്രതാപനെയും അനിൽ അക്കരെയും മണലൂരിൽ സ്ഥാനാർത്ഥികളാക്കുമെന്നാണ് പട്ടിക സൂചിപ്പിക്കുന്നത്. ബേപ്പൂരിൽ ഇടതുപക്ഷത്തെ വൻ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ നെഞ്ചിലേറ്റുമെന്നും PV അൻവറിന്റെ പൂതി മനസ്സിൽ വെച്ചാൽ മതിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF വികസന മുന്നേറ്റ ജാഥയുടെ ബേപ്പൂർ മണ്ഡലത്തിലെ സ്വീകരണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഈ മണ്ഡലം എന്ന് പറയുന്നത് സഖാവ് റിയാസിന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള വൻ മുന്നേറ്റത്തിലാക്കാണ് ജനങ്ങളെയും അതുപോലെ തന്നെ മണ്ഡലത്തെയും എത്തിച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോ UDFന്റെ പ്രതിനിധി എന്ന രീതിയിൽ വരാൻ പോകുന്നത് ഒരു പുതിയ സാധനമാണ്. അൻവർ വന്നിട്ട് ഇവിടെ കീഴടക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടൻതുള്ളൽ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താനും അവബോധം പകരുവാനുമായി ആലപ്പുഴയിൽ തുള്ളൽ പര്യടനത്തിന് തുടക്കമായി. അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി 6 സ്കൂളുകളിലാണ് പര്യടനം. പ്രശസ്ത തുള്ളൽ കലാകാരനും കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയിലെ ഓട്ടൻതുള്ളൽ അധ്യാപകനുമായ അമ്പലപ്പുഴ സുരേഷ് വർമ്മയാണ് വിദ്യാർത്ഥികൾക്കായി തുള്ളൽ അവതരിപ്പിക്കുന്നത്. ആദ്യ ദിനത്തിൽ തകഴി ഗവൺമെന്റ് UP സ്കൂൾ, പുന്നപ്ര NSS UP സ്കൂൾ, നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിൽ തുള്ളൽ അവതരിപ്പിച്ചു. കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച പര്യടനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ചൊവ്വാഴ്ച നീർക്കുന്നം CYMA, കളർക്കോട് ഗവൺമെന്റ് UP, കരുമാടി ഗവൺമെന്റ് HS എന്നീ സ്കൂളുകളിൽ പര്യടനം നടത്തും. ICC T20 ലോകകപ്പിലെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പാക് ക്രിക്കറ്റ് ബോർഡ് പിന്മാറിയേക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തമ്മിൽ നടത്തിയ നിർണായക ചർച്ചകൾക്കൊടുവിലാണ് മത്സരവുമായി മുന്നോട്ടു പോകാൻ ധാരണയായത്. മത്സരം ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാൻ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമായി ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തി. പ്രതിസന്ധി പരിഹരിക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ ഞായറാഴ്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഇമ്രാൻ ഖവാജയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
PCB 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതായാണ് സൂചന. ബംഗ്ലാദേശിനുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക, T20 ലോകകപ്പിൽ നിന്ന് പുറത്തായെങ്കിലും ബംഗ്ലാദേശിന് പങ്കാളിത്ത ഫീസ് നൽകുക, ഭാവിയിൽ ICC പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചത്. ഫെബ്രുവരി 15 നടക്കാനിരിക്കുന്ന ഇന്ത്യക്കെതിരായ മത്സരം കളിക്കാൻ ചില PCB ഉദ്യോഗസ്ഥർ തയ്യാറാണെങ്കിലും ബോർഡ് ചെയർമാൻ മൊഹസിൻ നഖ്വി ഇക്കാര്യത്തിൽ സഹകരിക്കുന്നില്ലെന്നാണ് വിവരം. അന്തിമ തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് വീണ്ടും കൂടിയാലോചിക്കാൻ നഖ്വി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയിൽ കളിക്കാൻ വിസമ്മതിച്ച ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് മാറ്റി പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തിയ ICCയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ടൂർണമെന്റിലെ മറ്റു മത്സരങ്ങളിൽ പങ്കെടുത്താലും ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ ആലോചിച്ചത്. സുരക്ഷാ ആശങ്കകൾ ഉന്നയിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ അവകാശങ്ങൾ ICC അവഗണിക്കുന്നുവെന്നും ഇന്ത്യയ്ക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നുവെന്നുമാണ് പാക് ആരോപണം. 2027 വരെയുള്ള ഇന്ത്യ പാക് മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിൽ നടത്തണമെന്ന PCB BCCI ICC കരാർ പ്രകാരം കൊളംബോയിലാണ് ഇന്ത്യ പാക് മത്സരം നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യക്കെതിരായ മത്സരത്തിന് പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും PCB നഷ്ടപരിഹാരം നൽകണമെന്നും ശ്രീലങ്കൻ ബോർഡ് ഔദ്യോഗികമായി കത്തെഴുതിയിട്ടുണ്ട്. പാകിസ്ഥാൻ കടുത്ത അച്ചടക്ക നടപടികളും വിലക്കും നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ICCയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV.